ഈശോയിൽ പ്രിയരെ, ലോഗോസ് ക്വിസ് 2025 പരീക്ഷയ്ക്കായി ഇന്ന് മുതൽ നമ്മൾ പഠനം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായത്തിൽ നിന്നും ആരംഭിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പ്രധാനമായിട്ടും 2 തലക്കെട്ടോടുകൂടാണ് ആരംഭിക്കുന്നത്. ഒന്നാമതായിട്ട് മരണത്തെക്കുറിച്ചും രണ്ടാമതായിട്ട് ലജ്ജാശീലത്തെക്കുറിച്ചുമാണ് പ്രഭാഷകൻ നമ്മളോട് പറയുന്നത്. മരണത്തെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായത്തിൽ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ എവിടം മുതൽ എവിടം വരെയാണ് എന്ന് ചോദിച്ചാൽ പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. എങ്കിൽ ലജ്ജാശീലത്തെക്കുറിച്ച് പറയുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ, അതായത് 14 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളാണ്. ഇതിൽ നമുക്ക് ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യം, 41 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 23 വാക്യങ്ങളുണ്ട്. ആ 23-ൻ്റെ 2 ഒന്നാക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഇതിനെ 2 തിരിക്കുമ്പോൾ മരണത്തിൻ്റെത് 41 അധ്യായം 1 മുതൽ 13 വരെയും ആ 13 എന്ന് പറയുന്നതിലെ 1 എടുത്ത് മാറ്റി അവിടെ 2 ആക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഈ 41 അധ്യായത്തിൻ്റെ മുഴുവൻ വാക്യങ്ങളും കിട്ടും. ഇത് ഓർക്കുവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ 41 അധ്യായത്തിൽ മരണത്തെക്കുറിച്ച് 1 മുതൽ 13 വരെയും തുടർന്ന് ലജ്ജാശീലത്തെക്കുറിച്ച് 14 മുതൽ 23 വരെയുമാണ് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് മരണത്തെക്കുറിച്ചുള്ള പ്രഭാഷകൻ പറയുന്ന ഭാഗത്തിലെ ഓരോ ചോദ്യങ്ങളിലേക്കും കടക്കാം. ആദ്യമായിട്ട് ഏത് വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് പ്രഭാഷകൻ 41 അധ്യായം ആരംഭിക്കുക? ഉത്തരം മരണം. ചോദ്യം 2, മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അരോചകമായി തീരുന്നത് എത്ര കൂട്ടർക്കെന്നാണ് 41 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പ്രഭാഷകൻ പറയുന്നത്? 41 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ 3 കൂട്ടർക്കാണ് മരണം അരോചകമായിട്ട് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 കൂട്ടർ എന്ന് പറയുന്നത്? ഒന്നാമത് എന്ന് പറയുന്നത് തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവൻ, രണ്ടാമതായിട്ട് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യമുള്ളവൻ, മൂന്നാമതായിട്ട് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവൻ. അപ്പോൾ ഈ 3 വ്യക്തികൾക്കാണ് മരണത്തെ കുറിച്ച് ഓർക്കുന്നത് അരോചകമായി തീരുന്നു എന്ന് ആര് പറയുന്നത്? നമ്മുടെ പ്രഭാഷകൻ പറയുന്നത്. തുടർന്ന് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അരോചകമായിട്ടുള്ളവരെന്ന് സിറാക്കിന് ചൂണ്ടിക്കാണിക്കുന്ന 3 കൂട്ടരിൽ ആദ്യ വിഭാഗം ഏത്? അപ്പം നമ്മളിവിടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രഭാഷകൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്നത് ജെറുസലേംകാരനായ സിറാക്കിൻ്റെ മകൻ യേശുവാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിൽ സിറാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അരോചകകരമായിട്ടുള്ളതെന്ന് സിറാക്ക് ചൂണ്ടിക്കാണിക്കുന്ന 3 കൂട്ടരിൽ ആദ്യത്തെ വിഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു കൂട്ടരെന്ന് പറയുന്നത് തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവനാണ്. അപ്പോൾ നമുക്ക് 41 അധ്യായം 1 വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ, മരണമേ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യവുമുള്ളവനും, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. ഇപ്പോൾ ഈ വാക്യത്തിൻ്റെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, മരണത്തെക്കുറിച്ച് അരോചകമായിട്ടുള്ള 3 കൂട്ടരെ പറ്റി പറയുന്ന പ്രഭാഷകൻ തുടർന്ന് എത്ര കൂട്ടർക്കാണ് മരണവിധി സ്വാഗതാർഹമെന്ന് നിരീക്ഷിക്കുന്നത്? നമ്മളിപ്പം പ്രഭാഷകൻ്റെ 41 വായിച്ചു വരുമ്പോൾ ആദ്യം 3 കൂട്ടർക്ക് അരോചകമാണ് എന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവനും, പിന്നെന്താണ് അല്ലലില്ലാത്തവന്, പിന്നെ രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്. അപ്പോൾ ഈ 3 കൂട്ടരെ കൂടെ ഇവർക്കാണ് മരണവിധി എന്ന് പറയുന്നത് അരോചകമായി തോന്നുന്നത്. എന്നാൽ തുടർന്ന് നമ്മൾ 41 അധ്യായം 2 വാക്യത്തിലേക്ക് കടക്കുമ്പോൾ ഇതേ പ്രഭാഷകൻ തന്നെ പറയുകയാണ് 5 കൂട്ടർക്ക് മരണവിധി സ്വാഗതാർഹമെന്ന്. ഏതൊക്കെയാണ് 5 കൂട്ടരെന്ന് നോക്കാവേ.
നോക്കാം. പ്രഭാഷകൻ്റെ ആ ഒരു നിരീക്ഷണത്തിൽ മരണവിധി സ്വാഗതാർഹമെന്ന് കരുതപ്പെടുന്ന 5 കൂട്ടരാരൊക്കെയാണ്? ഒന്നാമതായിട്ട് ദരിദ്രൻ, രണ്ടാമതായിട്ട് ശക്തി ക്ഷയിച്ചവൻ, മൂന്നാമതായിട്ട് വൃദ്ധൻ, നാലാമതായിട്ട് അല്ലൽ നിറഞ്ഞവൻ, അഞ്ചാമതായിട്ട് സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ. നമ്മൾ 41 അധ്യായം 2-ാം വാക്യം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 2 അധ്യായത്തിൽ നിന്നുള്ള ഒരു 5 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. ഇനി നമുക്ക് 3-ാം വാക്യത്തിൽ നിന്നുള്ള ഒരു ചോദ്യം നോക്കാം. 3-ാം വാക്യം എന്താ പറയുന്നത്? മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക, മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത്. അപ്പോൾ ഇത് ഈ ഒരു വാക്യത്തിൽ നിന്നും എങ്ങനെ ചോദ്യം വരാൻ നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം നോക്കാം. 6-ാമത്തെ ചോദ്യം: പ്രഭാഷകൻ്റെ ഒരു നിരീക്ഷണത്തിൽ മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമെന്ന് കരുതപ്പെടുന്ന 5 വിഭാഗങ്ങളിൽ അവസാനത്തെ വിഭാഗം ഏതാണ്? 5 വിഭാഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതിലേറ്റവും അവസാനത്തെ വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ. അപ്പം ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുകയാണ്. പ്രഭാഷകൻ്റെ നിരീക്ഷണത്തിൽ മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമെന്ന് കരുതപ്പെടുന്ന 5 വിഭാഗങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ. അതിൽ അവസാനമായിട്ട് പ്രഭാഷകൻ പറയുന്ന വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ. എങ്കിൽ ഒന്നാമത്തെ ഏതാണ്? ദരിദ്രനും. അവസാനം പറയുന്നത് സഹിഷ്ണുത നഷ്ടപ്പെട്ട് നീരസം പ്രകടിപ്പിക്കുന്നവൻ. ഇനി നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ നിന്നുള്ള ചോദ്യത്തിലേക്ക് പോവുകയാണ്. മരണം എത്രയോ അരോചകരമാണെന്ന് കരുതുന്നവരെ പറ്റിയും മരണവിധി എത്രയോ സ്വാഗതാർഹമാണെന്ന് കരുതുന്നവരെ പറ്റിയും പറയുന്ന പ്രഭാഷകൻ നമ്മളോട് എന്തിനെക്കുറിച്ച് ഭയപ്പെടേണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് ഭയപ്പെടേണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്? മരണവിധിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. മനസ്സിലായല്ലോ? മരണം എത്ര അരോചകമായി കരുതുന്ന 3 കൂട്ടരും സ്വാഗതാർഹരായി പറയുന്ന 5 കൂട്ടരെയും പറ്റി പറയുന്ന പ്രഭാഷകൻ തുടർന്ന് നമ്മളോട് എന്തിനെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്നാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്? മരണവിധിയെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്നാണ്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. മരണവിധിയെ ഭയപ്പെടേണ്ട എന്ന് ഉദ്ബോധിപ്പിക്കുന്ന പ്രഭാഷകൻ എന്നാൽ ഏത് കാര്യം ഓർക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? ഏത് കാര്യം ഓർക്കാനാണ് ആവശ്യപ്പെടുന്നത്? നമ്മുടെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും കുറിച്ച്. അപ്പോൾ പ്രഭാഷകൻ പറയുകയാണ് നമ്മുടെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെക്കുറിച്ചും ഓർക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? എന്തിനു വേണ്ടിയാണ്? മരണവിധിയെ ഭയപ്പെടേണ്ടെന്ന് ഉദ്ബോധിപ്പിച്ച പ്രഭാഷകൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. എന്തിനെക്കുറിച്ച് ഓർക്കാനാണ്? നമ്മുടെ മുൻകാലത്തെ ജീവിതത്തെയും അതോടൊപ്പം തന്നെ ജീവിതാന്ത്യത്തെയും കുറിച്ച് ഓർക്കുവാൻ പറയുകയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മധ്യവർഗത്തിൻ്റെ കർത്താവിൻ്റെ തീർപ്പായി പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്താണ്? മധ്യവർഗത്തിൻ്റെ കർത്താവിൻ്റെ തീർപ്പായി പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്തിനെയാണ്? മരണത്തെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തെ നോക്കുക. ഏത് വർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് മരണമെന്നും തിരിച്ചും ചോദിക്കാം. മനസ്സിലായല്ലോ? ഈ ഒരു വാക്യത്തെ നമുക്ക് മറ്റു രീതിയിലും ചോദിക്കാം. ഏത് വർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് മരണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മർത്യവർഗം. അപ്പോൾ ഈ ചോദ്യം മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പായി പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്തിനെക്കുറിച്ചാണ്? മരണത്തെക്കുറിച്ചാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതോടൊപ്പം തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് നോക്കി പോകേണ്ട ഒരു ഭാഗം തന്നെ പറയുന്നത് സമാന വാക്യങ്ങളാണ്. നമുക്ക് സമാന വാക്യങ്ങളിൽ നിന്നും എല്ലാ വർഷവും ലോഗോസ് ക്വിസിന് രൂപതാതലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുമെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ 41-ാം അധ്യായത്തിൽ നമുക്ക് സമാന വാക്യങ്ങളായിട്ട് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ആദ്യത്തെ സമാന വാക്യം നമ്മൾ പഠിക്കുന്നത് 41-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക, മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത്. ഇതിന് സമാനമായിട്ട് നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിലും ഈ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യം തന്നെയാണ് അവിടെ കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം അതിപ്രകാരമാണ് പറയുന്നത്: മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന്. ഇവിടെ മരണത്തിൻ്റെ ഒരു സൂചനയാണ്
നൽകുന്നത്. ഇവിടെയും എന്ത് തന്നെയാണ് നമ്മുടെ പ്രഭാഷകൻ്റെ പുസ്തകം 41-ാം അധ്യായം 3-ാം വാക്യത്തിലും മരണവിധിയെ ഭയപ്പെടേണ്ട എന്നുള്ള ആ ഒരു വാക്യത്തിലും ഇത് തന്നെയാണ് നമ്മളെ മരണത്തിനെക്കുറിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്ക് 4-ാം വാക്യത്തിലേക്ക് പോകാം. 4-ാം വാക്യവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇപ്രകാരമാണ്: അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിക്കുന്ന പ്രഭാഷകൻ പാതാളത്തിൽ ഏത് കാര്യത്തെപ്പറ്റി ചോദ്യമില്ല എന്നാണ് പറയുന്നത്? ഏത് കാര്യത്തെപ്പറ്റിയാണ് ചോദ്യമില്ല എന്ന് പറയുന്നത്? ആയുസ്സിനെ പറ്റി. പാതാളത്തിൽ ഏത് കാര്യത്തെപ്പറ്റിയാണ് ചോദ്യമില്ല എന്നാണ് പറയുന്നത്? ആയുസ്സിനെ പറ്റി. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10, 100, 1000 വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. 10, 100, 1000 വർഷങ്ങളെപ്പറ്റി 41-ാം അധ്യായത്തിൽ പ്രഭാഷകൻ പറയുന്നത് ഏത് കാര്യവുമായി ബന്ധപ്പെടുത്തിയാണ്? 10, 100, 1000 എന്നീ സംഖ്യകൾ പ്രഭാഷകൻ ഏത് കാര്യവുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്? ആയുസ്സുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം: ആരുടെ സന്തതികളെയാണ് പ്രഭാഷകൻ മ്ലേച്ഛ സന്തതികളായിട്ട് പരിഗണിക്കുന്നത്? നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മ്ലേച്ഛ സന്തതികളെന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെയാണ്? ഉത്തരം: പാപികളുടെ സന്താനങ്ങളെയാണ് പ്രഭാഷകൻ മ്ലേച്ഛ സന്തതികൾ എന്ന് പറയുന്നത്. മ്ലേച്ഛ സന്തതികൾ എന്ന് പറയുന്നത് ആരെയാണ്? പാപികളുടെ സന്താനങ്ങളെയാണ്. ഈ ചോദ്യം തിരിച്ചും ചോദിക്കാം. പാപികളുടെ സന്താനങ്ങളെ ഏത് തരം സന്തതികൾ എന്നാണ്, അല്ലെങ്കിൽ പാപികളുടെ സന്താനങ്ങളെ പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? മ്ലേച്ഛ സന്തതികൾ എന്നാണ്. തുടർന്ന് പ്രഭാഷകൻ പറയുന്നത് ശ്രദ്ധിക്കണേ: അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. പാപികളുടെ സന്താനങ്ങളായ മ്ലേച്ഛ സന്തതികൾ ഏത് സങ്കേതങ്ങളിലാണ് സമ്മേളിക്കുന്നത്? എവിടെയാണ് സമ്മേളിക്കുന്നത്? ദൈവഭയമില്ലാത്തവരുടെ സമ്മേളനങ്ങളിൽ അവർ സമ്മേളിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്ന മ്ലേച്ഛ സന്തതികളായ പാപികളുടെ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം നശിച്ചു പോകുമെന്ന് പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? എന്ത് നശിച്ചു പോകുമെന്നാണ് പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്? എന്താണ് നശിച്ചു പോകുന്നത്? അവകാശം നശിച്ചു പോകുമെന്നാണ് കാണിക്കുന്നത്. എന്താണ്? അവകാശം നശിച്ചു പോകുമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് കേൾക്കാം. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. ഈ പാപികളുടെ സന്താനം ആരാണെന്ന് 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവർ മ്ലേച്ഛ സന്തതികളാണ്. അപ്പം മ്ലേച്ഛ സന്തതികളായ ഈ പാപികളുടെ സന്താനങ്ങൾ അവരുടെ എന്ത് നശിച്ചു പോകും? അവരുടെ അവകാശം നശിച്ചു പോവുകയും. പിന്നെ തുടർന്നുള്ള വാക്യത്തിൻ്റെ ചോദ്യം ഇപ്രകാരം നമുക്ക് നോക്കാം. എന്താണ്? പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് സംഭവിക്കുമെന്ന് പ്രഭാഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അതായത് മ്ലേച്ഛ സന്തതികൾ അഥവാ അല്ലെങ്കിൽ എന്ത് പറയാം, പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പ്രഭാഷകൻ ഓർമ്മപ്പെടുത്തുന്നത്? അവർ നിത്യനിന്ദയ്ക്ക് പാത്രമാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവരെന്തിന് പാത്രമാകും? നിത്യനിന്ദയ്ക്ക് പാത്രമാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് 6-ാം വാക്യം ഒന്ന് നോക്കാം. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ഓക്കെ ആയാലോ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഏത് തരക്കാരായ പിതാക്കന്മാരായിരിക്കുമെന്നാണ് പ്രഭാഷകൻ എല്ലാ പിതാക്കന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയത്? ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം. മക്കൾ കുറ്റപ്പെടുന്നത് ഏത് തരക്കാരായ പിതാക്കന്മാരെ ആയിരിക്കുമെന്നാണ് പ്രഭാഷകൻ എല്ലാ പിതാക്കന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയത്? ഏത് പിതാക്കന്മാരെ മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ദൈവഭയമില്ലാത്ത പിതാവിനെ. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. എന്താണ്? ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും, അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത്. അപ്പം ഈ ചോദ്യം നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കി വേണമെങ്കിൽ പറയാൻ പറ്റും. ഏത് തരത്തിലുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഏത് തരത്തിലുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? മക്കൾ കുറ്റപ്പെടുത്തുന്നെങ്കിൽ ദൈവഭയമില്ലാത്ത പിതാവിനെയായിരിക്കും മക്കൾ കുറ്റപ്പെടുത്തുന്നത്. അവൻ നിമിത്തമാണ്. ആരാണ് ഈ അവൻ എന്ന് പറയുന്നത്? ഇവിടെ പിതാവിനെയാണ്. മനസ്സിലായല്ലോ?
അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത് എന്ന്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തുന്നതിന് കാരണമായിട്ട് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് എന്താണ്? പിതാവ് നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നതിനാൽ. അടുത്ത ചോദ്യം, അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിക്കുന്നത് ആരെന്നാണ് പ്രഭാഷകൻ പറയുക? ആരാണ് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിക്കുന്നത്? ദൈവഭയമില്ലാത്ത ജനമാണ് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് ആ വാക്യം പ്രഭാഷകൻ 41:8 വാക്യം നോക്കാം. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടമെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, ആരുടെ കൽപ്പനകൾ? ദൈവഭയമില്ലാത്ത ജനങ്ങൾ ആരുടെ കൽപ്പനകളാണ് നിരസിച്ചത്? അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ. അവർക്ക് എന്ത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവർക്ക് കഷ്ടമെന്നാണ് പറയുന്നത്. നോക്കാം, അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച അല്ലെങ്കിൽ നിരസിക്കുന്ന ദൈവഭയമില്ലാത്ത ജനത്തിന് സംഭവിക്കുമെന്ന് പ്രഭാഷകൻ ഓർമ്മപ്പെടുത്തുക എന്താണ്? അവർക്ക് കഷ്ടമെന്നാണ് പറയുന്നത്. തുടർന്നുള്ള അടുത്ത വാക്യം നമുക്ക് നോക്കാം. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനം ജനിച്ച എന്തിലേക്കാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവരെന്തിലേക്കാണ് ജനിച്ചത്? ശാപത്തിലേക്കാണ് ജനിച്ചത്. നമുക്ക് നോക്കാം എന്താണ് വാക്യം പറയുന്നത്. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. നിങ്ങൾ ആരാണ്? ദൈവഭയമില്ലാത്ത ജനം. മരണത്തിലും ശാപവുമാണ് നിങ്ങളുടെ വിധി. അപ്പോൾ ദൈവഭയമില്ലാത്ത ജനത്തിൻ്റെ വിധി എന്താണ് എന്ന് ചോദിക്കാം. ദൈവഭയമില്ലാത്ത ജനത്തിൻ്റെ വിധി എന്താണ്? മരണത്തിലും ശാപമാണ് ആരുടെ വിധി? ദൈവഭയമില്ലാത്ത ജനത്തിൻ്റെ വിധി. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനം ജനിച്ചു വീഴുന്നത് ശാപത്തിലേക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ശാപത്തിലേക്ക് ജനിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് മരണത്തിലും വിധി എന്തായിരിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മരണത്തിൽ അവരുടെ വിധി എന്തായിരിക്കും? ശാപത്തിലേക്ക് ജനിച്ച ദൈവഭയമില്ലാത്ത ജനത്തിൻ്റെ മരണത്തിൽ അവരുടെ വിധി എന്തായിരിക്കും? ശാപം തന്നെ ആയിരിക്കും. അടുത്ത ചോദ്യം, പൊടിയിൽ നിന്ന് വന്നവൻ അഥവാ പൊടിയിൽ നിന്ന് വരുന്ന ആരാണ്? മനുഷ്യൻ. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നുണ്ടല്ലേ, പൊടിയിൽ നിന്ന് വന്ന നീ പൊടിയിലേക്ക് തിരികെ മടങ്ങുമെന്ന്. അപ്പോൾ ഇവിടെ പൊടിയിൽ നിന്നും വന്നവൻ ആര് തന്നെയാണ്? മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ പൊടിയിൽ നിന്നും വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നുവെന്ന് പ്രഭാഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അധ്യായ വാക്യം 41:10 എന്നാൽ ഇതിന് സമാനമായിട്ട് അല്ലെങ്കിൽ പൊടിയിൽ നിന്നും വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു എന്നുള്ള ഈ വാക്യം കറക്റ്റ് നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ സമാന വാക്യമായിട്ട് പ്രഭാഷകൻ്റെ ഫുട് നോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മരണവുമായി കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 41:3-ാം വാക്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:19 എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയല്ലോ? ഇത് അതുമായിട്ട് കണക്ട് ചെയ്യേണ്ട. പക്ഷേ എങ്കിലും പൊടിയിൽ നിന്ന് വന്നവൻ ആര് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണെന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഉൽപ്പത്തി 3:19 ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ദൈവഭയമില്ലാത്തവൻ പോകുന്നത് എങ്ങോട്ടെന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത്? എവിടെ നിന്നാണ്? അവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്കായിരിക്കും പോകുന്നത്. ദൈവഭയമില്ലാത്തവൻ പോകുന്നത് എവിടേക്കായിരിക്കും? അവൻ ശാപത്തിൽ നിന്നും നാശത്തിലേക്കായിരിക്കും പോകുന്നത്. നമുക്ക് ആ 10-ാം വാക്യം ഒന്നുകൂടെ നോക്കാം. പൊടിയിൽ നിന്നും വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്നു. നമ്മൾ വേണമെങ്കിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഡൗട്ട് അടിപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ദൈവഭയമില്ലാത്തവൻ എന്തിൽ നിന്നും എന്തിലേക്ക് പോകുന്നുവെന്നാണ് പറയുന്നത്? ശാപത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്നു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ദൈവഭയമില്ലാത്തവൻ എന്തിൽ നിന്നും എന്തിലേക്ക് പോകുന്നുവെന്നാണ് പറയുന്നത്? ശാപത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്നുവെന്നാണ്. ഇനി നമുക്ക് അടുത്ത 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എന്താണ് 11-ാം വാക്യം? നമുക്കതിൻ്റെ ചോദ്യത്തിൽ നിന്നും അതിലേക്ക് പോകാമേ. 11-ാമത്തെ വാക്യവുമായി ബന്ധപ്പെട്ട ചോദ്യം, ശരീരനാശത്തെ പ്രതി വിലപിക്കുന്നതായിട്ട് പ്രഭാഷകൻ പറയുന്നത് ആരെയാണ് അല്ലെങ്കിൽ ഏത് കൂട്ടരെയാണ്? ശരീരനാശത്തെ പ്രതി വിലപിക്കുന്നതായിട്ട് പ്രഭാഷകൻ കാണിക്കുന്നത് ആരെയാണ്? മനുഷ്യരെയാണ്. അപ്പോൾ വേണേൽ ഇതിനെ തിരിച്ചും ചോദിക്കാം. മനുഷ്യർ എന്തിനെ പ്രതി വിലപിക്കുന്നു എന്നാണ് പ്രഭാഷകൻ 41:11 പറയുന്നത്?
എന്താണ് മനുഷ്യർ എന്തിനെ പ്രതി വിലപിക്കുന്നു എന്നാണ് പ്രഭാഷകൻ 41:11 പറയുന്നത്? ശരീരനാശത്തെ പ്രതി വിലപിക്കുന്നു എന്നാണ്. എങ്കിൽ അടുത്ത വാക്യം നമുക്ക് നോക്കാം. അതായത് അതിനോട് ചേർന്നുള്ള 11-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം. എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. പ്രഭാഷകൻ്റെ പുസ്തകം 41-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രഭാഷകൻ പറയുന്നുണ്ട്, ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ആരുടെ പേര് പോലും മാഞ്ഞു പോകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പാപികളുടെ പേര് പോലും എന്ത് ചെയ്യും? മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് വരികയാണ്. വീണ്ടും മറ്റേ സമാന വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫുട് നോട്ട്സിൽ തന്നിരിക്കുന്ന സമാന വാക്യങ്ങൾ നോക്കുകയാണ്. ഇവിടെ പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ സമാന വാക്യം നമുക്ക് ബൈബിളിൽ തന്നിരിക്കുന്നത് ഉൽപ്പത്തി 3:19 ആണ് എങ്കിൽ 41-ാം അധ്യായം 11-ാം വാക്യത്തിൻ്റെ സമാന വാക്യമായി 2 എണ്ണമാണ് തന്നിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 9:5, സങ്കീർത്തനങ്ങൾ 9:5-ഉം സുഭാഷിതം 10:7-മാണ്. സുഭാഷിതം 10:7-മാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സങ്കീർത്തനം 9:5. സങ്കീർത്തനം 9:5 നോക്കുകയാണെങ്കിൽ, അവിടുന്ന് ജനതകളെ ശകാരിച്ചു, അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു, അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. ഈ ഒരു വാക്യമാണ് അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞുവെന്ന് സങ്കീർത്തനത്തിൽ പറയുമ്പോൾ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാമത്തിന് പകരമായിട്ട് അവരെന്നിവിടെ പറയുന്നത് എന്താണ്? ദുഷ്ടരെയാണ് സങ്കീർത്തനം പറയുന്നത്. എന്നാൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പാപികളെയാണ് പറയുന്നത്. പാപികളുടെ നാമത്തിന് പകരം പേര് പോലും മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സുഭാഷിതത്തിൻ്റെ പുസ്തകം 10:7 കൂടെ നോക്കാം. സുഭാഷിതത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യം, നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്, ദുഷ്ടരുടെ നാമം ക്ഷയിച്ചു പോകുന്നു. ഇവിടെയും എന്താണ്? നാമം എന്നാണ് പറയുന്നത്. നമ്മൾ സങ്കീർത്തനത്തിലും സുഭാഷിതത്തിലും ദുഷ്ടരുടെ നാമം അല്ലെങ്കിൽ ദുഷ്ടരുടെ നാമത്തെ പറ്റിയാണ് ക്ഷയിച്ചു പോകുന്നുവെന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പ്രഭാഷകൻ്റെ പുസ്തകം 41-ാം അധ്യായം 11-ാം വാക്യത്തിൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ സമാന വാക്യങ്ങൾ 2 എണ്ണമാണ്. സങ്കീർത്തനം 9:5-ഉം സുഭാഷിതം 10:7-മാണ്. മറക്കരുത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. പ്രഭാഷകൻ്റെ പുസ്തകം 41-ാം അധ്യായം 12-ാം വാക്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുക എന്ന് പ്രഭാഷകൻ താക്കീത് കണക്ക് തരുന്നത് എന്തിനെക്കുറിച്ചാണ്? സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. അപ്പോൾ എന്തിൽ ശ്രദ്ധാലുവായിരിക്കുക എന്നാണ് പറയുന്നത്? സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 41-ാം അധ്യായം 12-ാം വാക്യത്തിൽ സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നു. അത് അക്ഷയമാണ്. അത് എന്തിനേക്കാൾ അധികം അക്ഷയമാണെന്നാണ് പറയുന്നത്? 1000 സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അത് അക്ഷയമാണ്. ഇതിനെ മറ്റൊരു രീതി ചോദിക്കാം. 1000 സ്വർണങ്ങളേക്കാൾ അത് അക്ഷയമാണ്. ഇവിടെ പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഇവിടെയും നമ്മുടെ സമാന വാക്യങ്ങൾ വീണ്ടും കടന്നു വരികയാണ്. ഫുട് നോട്ട്സ് നോക്കുകയാണെങ്കിൽ 41-ാം അധ്യായം 12-ാം വാക്യത്തിൽ സമാന വാക്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. സുഭാഷിതത്തിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിലും സഭാപ്രസംഗകൻ്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യവുമാണ്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ തന്നെ എടുത്ത് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ഇനി അടുത്ത ചോദ്യമാണ്, നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ എത്രത്തോളമുണ്ട്? നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ എത്രത്തോളമുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പരിമിതമാണ്. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എന്നാൽ എന്ത് ശാശ്വതമാണ് എന്നാണ് പ്രഭാഷകൻ 41:13 പറയുന്നത്? എന്ത് ശാശ്വതമാണ്? സൽകീർത്തി ശാശ്വതമാണ്. സൽകീർത്തിയെപ്പറ്റി പ്രഭാഷകൻ 2 കാര്യങ്ങളാണ് 41-ാം അധ്യായത്തിൽ പറയുന്നത്. ഒന്ന്, സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക എന്നും, രണ്ടാമത് സൽകീർത്തി എന്ന് പറയുന്നത് ശാശ്വതമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആയല്ലോ. അപ്പോൾ നല്ല ജീവിതങ്ങൾ പരിമിതമത്ര. ഈ ഒരു ഭാഗം നമുക്ക് വേറെ രീതിയിൽ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദിനങ്ങൾ പരിമിതമായി. പ്രഭാഷകൻ്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം വാക്യത്തിൽ പരിമിതമത്രയെന്ന് പ്രഭാഷകൻ പറയുന്നത് ഏത് ദിനങ്ങളെക്കുറിച്ചാണ്? പരിമിതമത്രയെന്ന് പ്രഭാഷകൻ പറയുന്നത് ഏത് ദിനങ്ങളെക്കുറിച്ചാണ്? നല്ല ജീവിതത്തിലെ ദിനങ്ങളെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ 41-ാം അധ്യായത്തിലെ 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെപ്പറ്റി നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക.